ഹായ് ഓൾ വെൽക്കം ടു ഫൂട്ടി അരീന. ഈ മാസം 2 വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങളാണ് ബ്രസീൽ കളിക്കുന്നത്. ആദ്യ മത്സരത്തിൽ കൊളംബിയയാണ് ബ്രസീലിന്റെ എതിരാളികൾ. മാർച്ച് 21 തീയതിയാണ് ആ മത്സരം നടക്കുക. പിന്നീട് രണ്ടാമത്തെ മത്സരത്തിൽ അർജന്റീനയും ബ്രസീലും തമ്മിൽ ഏറ്റുമുട്ടുന്നു. മാർച്ച് 26 തീയതിയാണ് ആ മത്സരം നടക്കുക. ഈ മത്സരങ്ങൾക്കുള്ള പ്രിലിമിനറി സ്ക്വാഡ് നേരത്തെ തന്നെ ബ്രസീലിന്റെ പരിശീലകനായ ഡൊറിവാൾ ജൂനിയർ പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ ഫൈനൽ സ്ക്വാഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നെയ്മർ ജൂനിയർ തിരിച്ചെത്തിയിട്ടുണ്ട്. ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് നെയ്മർ ബ്രസീലിയൻ ദേശീയ ടീമിൽ ഇപ്പോൾ തിരിച്ചെത്തുന്നത്. അതേസമയം പ്രിലിമിനറി സ്ക്വാഡിൽ ഉണ്ടായിരുന്ന ഓസ്കാറിന് ഇപ്പോൾ ഇടം ലഭിച്ചിട്ടില്ല. അദ്ദേഹം പുറത്തായിട്ടുണ്ട്. ഏതായാലും ബ്രസീലിന്റെ ഫൈനൽ സ്ക്വാഡ് ഇങ്ങനെയാണ്. ഗോൾ കീപ്പർമാരായിക്കൊണ്ട് ആലിസൺ, ബെൻഡോ, എഡേഴ്സൺ എന്നിവരാണ് വരുന്നത്. ഇനി പ്രതിരോധ നിരയിൽ ഗബ്രിയേൽ മഗല്ലസ്, ലിയോ ഓർട്ടിസ്, മാർക്കിഞ്ഞോസ്, മുറില്ലോ എന്നിവർ വരുന്നു. അതുപോലെ തന്നെ ഡാനിലോ, വാൻഡേഴ്സൺ, വെസ്ലി, ഗില്ലർമെ, അരാന എന്നിവരാണ് വരുന്നത്. മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആൻഡ്രെ, ബ്രൂണോ ഗോയ്മറസ്, ഗേഴ്സൺ, ജോലിൻഡൻ, മാത്യൂസ് കുഞ്ഞ, അതുപോലെ തന്നെ നെയ്മർ ജൂനിയർ എന്നിവർ വരുന്നു. സ്ട്രൈക്കർമാരായിക്കൊണ്ട് എസ്റ്റവായോ വില്ലൻ, ജോവോ പെഡ്രോ, റഫീഞ്ഞ, അതുപോലെ തന്നെ റോഡ്രിഗോ, സാവിഞ്ഞോ, വിനീഷ്യസ് ജൂനിയർ എന്നിവരാണ് വരുന്നത്. ഒരു മികച്ച ടീമിനെ തന്നെയാണ് ഇപ്പോൾ ഡൊറിവാൾ ജൂനിയർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. ഏതായാലും വളരെ പ്രധാനപ്പെട്ട 2 മത്സരങ്ങളാണ് ബ്രസീലിനെ കാത്തിരിക്കുന്നത്. എതിരാളികൾ കരുത്തരാണ്. 2 മത്സരങ്ങളും ബ്രസീൽ അതിജീവിക്കും എന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.